ഹലോ കൂട്ടുകാരെ, നമ്മളെല്ലാവരും ഓജോ ബോർഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓജോ ബോർഡ്. നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ച് പല പല കഥകൾ ഞാനും കേട്ടിട്ടുണ്ട്. ഇന്നത് സത്യമാണോ എന്ന് നമുക്ക് തെളിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്റ്റെപ്പ് 1, വാതിലുകളും ജനലുകളും ഒക്കെ അടക്കണം. അപ്പോൾ മെഴുകുതിരി റെഡി ആയിട്ടുണ്ട്. ഈ ഓജോ ബോർഡിനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ പിന്നിൽ കുറേ കഥകളുണ്ട്. അപ്പോൾ ഒരു ഓജോ ബോർഡ് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അതിനുള്ള കാശ് കയ്യിലില്ലാത്തത് കൊണ്ട് ഒരു ഓജോ ബോർഡ് ഉണ്ടാക്കാമെന്ന് വെച്ച് നെറ്റിൽ നോക്കി കഴിഞ്ഞിട്ട് കുറേ ഫോട്ടോകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കിയിട്ട് നമുക്ക് എന്താ സംഭവിക്കാമെന്നൊന്ന് നോക്കാം. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കാമെന്ന് എനിക്കറിയാം. ഒരു ബോർഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മളിപ്പോൾ ഒരു നോട്ട് ബുക്കിൽ നടുവച്ചാൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ഇവിടെ സൂര്യൻ, യെസ്, ചന്ദ്രൻ, പിന്നെ ഇവിടെയാണ് നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമാല എഴുതുന്നത്. ഇവിടെ 0 തൊട്ട് 9 വരെയുള്ള അക്കങ്ങൾ എഴുതാം. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് മോശമാണ്, നിങ്ങൾ കണ്ട് തൃപ്തിപ്പെടുക. ഇവിടെ എൻ്റെ ഉണ്ടാക്കിയ ആളുടെ ഒപ്പ്. ഇനി നമുക്കിതൊന്ന് ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് കളർഫുൾ ആക്കാം. ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ മയ്യാക്ക് തന്നെ വന്നോട്ടെ. ഇതിൻ്റെ പിന്നിലുള്ളത് എന്തുട്ടാന്ന് നമുക്കറിയണമല്ലോ. കുറേ നാളായി ചെറുപ്പത്തിലെ തൊട്ടേ ആൾക്കാർ പേടിപ്പിക്കണത്. ഈ അടുത്തൊരാൾ പറഞ്ഞു, നിങ്ങൾ ഓജോ ബോർഡ് കളിച്ച് നിങ്ങൾക്ക് വല്ല ഗുണം കിട്ടുകയാണെങ്കിൽ അത് ശാശ്വതമല്ലാന്ന്. അങ്ങനെ ഗുണമൊന്നും കിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ടാവുന്നത് ദോഷം മാത്രമായിരിക്കും. എന്നാലും എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നമുക്ക് കളി തുടങ്ങാം. ഹെഡ്സ് വേണോ ടെയിൽസ് വേണോ? ഹെഡ്സ്. Who are you?